പപ്പടം ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. നല്ല സ്വാദിഷ്ടമായ അരിപ്പപ്പടം വീട്ടിൽ തന്നെ നമുക്കിന്ന് ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പടത്തിൽ അധികമായ സോഡിയം കണ്ടന്റും അതേപോലെ പപ്പടം കേടാവാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സും മറ്റ് കെമിക്കൽസും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ധൈര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പപ്പടത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി 3 മണിക്കൂർ കുതിർത്ത 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം വെള്ളം ചേർത്ത് ഈ അരി നന്നായി അരച്ചെടുക്കുക. ഇനി ഇതിൽ അല്പം ഉപ്പ്, കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, അതേപോലെ 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി എന്നിവയിട്ട് നന്നായി ഇളക്കി എടുക്കുക. ഒരപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ച് ചെറിയ ചെറിയ പാത്രത്തിൽ എണ്ണ തേച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. ജസ്റ്റ് 2 മിനിറ്റ് ആവിയിൽ വേവുമ്പോഴേക്കും നമ്മുടെ പപ്പടം പാത്രത്തിൽ നിന്നും ഇളകി വരും. അതിനുശേഷം നല്ല വെയിലത്ത് വെച്ച് 2 ദിവസം ഇത് ഉണക്കിയെടുക്കണം. വായു കടക്കാത്ത ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഈ പപ്പടം നമുക്ക് ചോറിന്റെ കൂടെയോ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടോ ഉപയോഗിക്കാം. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.